എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭജഗോവിന്ദം 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 ഗോവിന്ദം ഭജമൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതേ കിഞ്ചുകരണേ. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ശ്ലോകം 5. താവദ്വിത്തോപാർജനസക്ത താവന്നിജ പരിവാരോസക്തഃ പശ്ചാജീവതി ജർജരദേഹേ വാർത്താങ്കോപേന പൃച്ഛതി ഗേഹേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. യാവത് വിത്തോപാർജനസക്തഃ, എത്രത്തോളം കാലം ധനസമ്പാദന ശേഷിയുണ്ടോ, താവത് നിജപരിവരോ രക്തഃ, അത്രത്തോളം കാലം സ്വജനങ്ങൾ പിന്നിലുണ്ടാവും. പശ്ചാത് ജർജരദേഹേ ജീവതി, പിന്നീട് ദേഹം വയ്യാതായി ജീവിക്കുന്ന കാലത്ത് ഗേഹേ കോവി വാർത്താംന പൃച്ഛതി, വീട്ടിൽ ആരും കുശലാന്വേഷണം പോലും ചെയ്യില്ല. വികാര വിചാരങ്ങളെ അറിയുന്ന പ്രവർത്തിപ്പിക്കുന്ന അന്ധക്കരണത്തെ, മനോബുദ്ധികളുടെ സംഘാതത്തെ സൂക്ഷ്മ ശരീരമെന്ന് പറയുന്നു. സ്വതേ സ്വാർത്ഥിയാണ് മനുഷ്യൻ. തനിക്ക് ഇങ്ങോട്ട് വല്ലതും കിട്ടുമെന്ന് കണ്ടല്ലാതെ അങ്ങോട്ട് കൊടുക്കുന്ന സ്വഭാവം മനുഷ്യരിൽ പൊതുവെ കാണാറില്ല. ഇങ്ങോട്ടില്ലെങ്കിൽ അങ്ങോട്ടുമില്ല എന്നത് ഒരു പ്രകൃതി നിയമമാണെന്ന് തോന്നുന്നു. കുടുംബത്തിൽ തന്നെ സമ്പാദിക്കാൻ കഴിവുള്ള ആളോട് മറ്റംഗങ്ങൾ കൂടുതൽ പ്രതിപത്തി കാട്ടുന്നതായി കാണാം. സർവബന്ധങ്ങളിലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലാവട്ടെ, സഹോദരി സഹോദരന്മാർ തമ്മിലാവട്ടെ, പിതൃപുത്രന്മാർ തമ്മിലാവട്ടെ ഈ പ്രവണത കണ്ടുവരുന്നുണ്ട്. ചുരുക്കത്തിൽ വരുമാനവും സമ്പാദ്യവും ഉള്ളവനെ മാത്രമേ കുടുംബത്തിൽ പോലും ആരും മാനിക്കുകയുള്ളൂ. അയാളിൽ നിന്ന് വല്ലതും തനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷ കൊണ്ട്. മാന്യതയ്ക്ക് നിദാനം പണമാണ്. പണമുണ്ടെങ്കിൽ എന്തും വാങ്ങാം എന്നൊരു ധാരണ പരക്കെ കണ്ടുവരുന്നു. അത് ശരി തന്നെ. പക്ഷേ അതിൻ്റെ മറുവശം പലരും ഓർക്കാറില്ലെന്നത് കഷ്ടമാണ്. പണമാണ് ബലമെങ്കിൽ ഇന്നലെ ബലവാൻ വല്ലവിധേനയും സമ്പാദന ശക്തി നഷ്ടപ്പെട്ടാൽ ഇന്ന് ബലഹീനനായി പോവാതെ തരമില്ലല്ലോ. പണമുള്ളപ്പോൾ സുഖമാണെങ്കിൽ ഇല്ലാത്തപ്പോൾ ദുഃഖം തന്നെ. ഇവിടെ വിത്തോപാർജന ശക്തിയെ അതിൻ്റെ വിപുലാർത്ഥത്തിൽ വേണം എടുക്കാൻ. വിത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുഖസൗകര്യങ്ങൾക്ക് സാമഗ്രികളെയാണല്ലോ. ആധ്യാത്മികമോ ഭൗതികമോ ആയ എല്ലാ കഴിവുകളും ഉപാർജന ശക്തി അല്ലെങ്കിൽ സമ്പാദന ശേഷിയിൽപ്പെടുത്താം. ശാസ്ത്രകാരൻ്റെയും രാജതന്ത്രജ്ഞൻ്റെയും ആചാര്യൻ്റെയും പ്രഭാഷകൻ്റെ വ്യവസായിയുടെയും കലാകാരൻ്റെയും എല്ലാം കഴിവുകൾ ഇതിൽപ്പെടും. മനുഷ്യൻ്റെ കരണങ്ങളും കർമ്മശേഷിയും ക്ഷയിക്കാതെ വയ്യ. ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ സർവ കഴിവുകളും കാലം കൊണ്ട് ചോർന്നു പോകുക തന്നെ ചെയ്യും. അതൊരു നിയമമാണ്. ഈ വസ്തുത ഓർത്തുകൊണ്ടാണ് ശ്രീ ശങ്കരൻ പറയുന്നത്, വിത്തോപാർജന ശക്തി ഉള്ളിടത്തോളം കാലം മാത്രമേ മനുഷ്യന് ബഹുജനമാന്യനായും പ്രിയങ്കരനായും ലോകത്തിൽ വിലസാൻ കഴിയൂ എന്ന്. അപ്പോഴല്ലേ അയാളുടെ വിത്തം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയൂ. കഴിവുകൾ ക്ഷയിച്ച് വാർദ്ധക്യം ബാധിച്ച് ജീർണദേഹനായി കഴിയുന്ന കാലത്ത് അന്നുവരെ ചുറ്റിപ്പറ്റി കൂടിയിരുന്ന മിത്രങ്ങളും ആശ്രിതന്മാരുമൊക്കെ അയാളെ കൈയൊഴിക്കും. ഇനി അയാളെ കൊണ്ട് അവർക്ക് പ്രയോജനമില്ലല്ലോ. ദയനീയമെന്ന് പറയട്ടെ, ഇതാണ് ലോക സ്വഭാവം. ആപത്ത് സംഭവിക്കുന്നതിന് മുമ്പായി അതിനെക്കുറിച്ച് വിവരം കിട്ടുകയാണെങ്കിൽ വേണ്ട, മുൻകരുതൽ എടുക്കാമല്ലോ. സുഖിയന്മാർക്കൊക്കെ വന്നുചേരുന്ന ഫലം ഇതാണെന്ന് മനസ്സിലാക്കി ബുദ്ധിമാന്മാർ വിവേകപൂർവം ജീവിതം നയിക്കട്ടെ. കഴിയുന്നത്ര സമ്പാദിക്കാം, ആവുന്നത്ര ദാനം ചെയ്യാം, വേണ്ടത്ര അനുഭവിക്കാം.
ജനസമ്മതിയും സഹോദരങ്ങളും ബഹുമാന്യതയും നേടാം. ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഒരു കാര്യം ഇതാണ്, ജീവിതലക്ഷ്യം എന്ന് ധരിച്ചു പോവരുത്. ആന്തരശാന്തിയും സ്വയം പര്യാപ്തയുമാണ് നേടേണ്ടത്. പ്രശാന്തിയും സംതൃപ്തിയും തന്നെയാണ് കാത്തു സൂക്ഷിക്കേണ്ടതും. ചുറ്റിപ്പറ്റി കൂടുന്ന ബന്ധുമിത്രാദികളും ആശ്രിതന്മാരും നിങ്ങളുടെ അഹങ്കാരവും ദുരഭിമാനവും വർദ്ധിപ്പിക്കുന്ന വിധി പോലെ പെരുമാറുകയുള്ളൂ. അതൊന്നും വകവയ്ക്കാതെ തൻ്റെ ഇടം വിടാതെ നേടേണ്ടത് നേടാനും സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കാനും നിങ്ങൾക്ക് കഴിയണം. സാധകന് ദുരഭിമാനത്തെ നശിപ്പിക്കാനും ഉതകുന്ന പരിപക്ഷ ഭാവനയായി ഈ ശ്ലോകത്തെ കണക്കാക്കാം. ഇത്തരം വിചാരം വഴി തെറ്റായ മൂല്യങ്ങളെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കൂ. ഭൗതിക സുഖ സൗകര്യങ്ങൾക്കിടയിൽ സുരക്ഷിതനായി കൂടാമെന്ന വ്യാമോഹം കളയൂ. മനസ്സ് ഈശ്വരൻ്റെ നേരെ തിരിക്കൂ. പ്രേമഭക്തി വളർത്തൂ. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ വേണം. ശരീരാരോഗ്യവും മനഃശക്തിയും പൂർണ്ണമായുള്ള യൗവനകാലത്തു തന്നെ വേണം ഇത് ചെയ്യുക. യുവതലമുറ ജീവിതത്തിൽ വിജയം കൈവരിക്കട്ടെ. കഠിനാധ്വാനം ചെയ്ത് സാഹസത്തോടെ മുന്നേറട്ടെ. വിത്തം സംരക്ഷിക്കട്ടെ. ദാനം ചെയ്യട്ടെ. ഈ നിലയ്ക്ക് സമൂഹത്തെയും രാഷ്ട്രത്തെയും പരമാവധി സേവിക്കട്ടെ. എന്നാൽ ഈ പ്രവർത്തനങ്ങളൊക്കെയും വെറും വിനോദം എന്ന നിലയിലേ കണക്കാക്കേണ്ടതുള്ളൂ. ആത്മശുദ്ധീകരണത്തിനുള്ള സാധനയും വിവേകപൂർവമായ ആത്മാന്വേഷണവുമാണ് ജീവിതത്തിലെ പരമപ്രധാനമായ കർത്തവ്യമെന്ന് ഓർക്കേണ്ടതാണ്. ആത്മസ്വരൂപത്തെ ഓരോ ആളും സ്വയം തന്നെ വിചാരം ചെയ്ത് അറിയണം. അതാണ് യഥാർത്ഥ നേട്ടവും. അങ്ങനെയായാൽ ലോകം നിങ്ങളെ തള്ളിക്കളയുന്നതിന് മുമ്പായി നിങ്ങൾക്ക് ലോകത്തെ തള്ളിക്കളയാൻ കഴിയും. അങ്ങനെ സങ്കീർണമായ ലോകവ്യവഹാരങ്ങളിൽ നിന്ന് മാറി പ്രശാന്ത സുന്ദരവും ആനന്ദസന്ദായകവുമായ ധ്യാനത്തിൻ്റെ ദിവ്യാനുഭൂതി മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് ആനന്ദ നിർവൃതി അടയുകയും ചെയ്യാം. ഓം തത്സത്.